പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇന്ന്. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. ഈ ദിനത്തിൽ വിവിധ പരിപാടികളാണ് രാജ്യവ്യാപകമായി സർക്കാർ സംഘടിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, മോഹൻലാൽ, മറ്റ് അഭിനേതാക്കൾ, മറ്റ് സിനിമാ താരങ്ങൾ, സംസ്ഥാനത്തെ മന്ത്രിമാർ തുടങ്ങി പ്രമുഖരും സംസ്ഥാനത്തെ യോഗാ ദിനത്തോടനുബന്ധിച്ച പരിപാടികളിൽ പങ്കെടുത്തു. മോഹൻലാൽ യോഗാ ദിനത്തിൽ പങ്കെടുത്ത വീഡിയോകളും ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളുമൊക്കെയാണ് ഈ അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നതും. ആരാധകർ ഇതൊക്കെ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തി. എന്നാൽ ഇതുമാത്രമല്ലായിരുന്നു, മറ്റൊരു സർപ്രൈസും കൂടി മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തു ഇന്നേ ദിവസം തന്നെ. കുറച്ചു ദിവസമായി നമ്മൾ ദൃശ്യം 3 എന്ന സിനിമയുടെ അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരവധി അപ്ഡേറ്റുകൾ ചിത്രത്തിൻ്റെതായി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ മൂവരും മീറ്റ് ചെയ്തിരിക്കുകയാണ്. ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും മോഹൻലാലും. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയുമധികം ഭാഷകളിൽ റീമേക്ക് നടന്ന ഒരു ചിത്രം ദൃശ്യം പോലെ മറ്റൊന്ന് ഉണ്ടാവില്ല. അതിനാൽ തന്നെ ദൃശ്യം 2 ഉള്ള കാത്തിരിപ്പ് ഇന്ത്യൻ മുഴുവനുള്ള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രൈം വീഡിയോയിലൂടെ ഡയറക്റ്റ് OTT റിലീസായി എത്തിയ ദൃശ്യം 2 പാൻ ഇന്ത്യൻ പ്രതികരണങ്ങളാണ് നേടിയത്. അന്നത്തെ ദിവസം നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു കോവിഡ് കാലത്തായിരുന്നു ദൃശ്യം 2 എത്തിയത്. അന്ന് ഒരു ചിത്രത്തിന് തിയേറ്ററിൽ ഓളമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ദൃശ്യം 2 പ്രേക്ഷകർ വീട്ടിലും നാട്ടിലും ഇരുന്ന് ആഘോഷിച്ചത്. സ്ക്രീനൊക്കെ കെട്ടി പബ്ലിക് പ്രദർശനം വരെ നടക്കുകയുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മറ്റൊരു ആഘോഷമായിരുന്നു. അജയ് ദേവ്ഗൺ നായകനായ ദൃശ്യം 2 റീമേക്ക് ബോക്സ് ഓഫീസിൽ വിജയവും നേടിയിരുന്നു. ഏതാണ്ട് 325 കോടിക്ക് മുകളിലായിരുന്നു അതിന്റെ കളക്ഷൻ. ഏതാണ്ട് 50-70 കോടിയുടെ ബജറ്റിലും. ഒറിജിനൽ ദൃശ്യം 2 ഒരു തിയേറ്റർ റിലീസ് ആവാതെ പോയതിന്റെ നിരാശ മലയാളി സിനിമാ പ്രേമികൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും പങ്കുവയ്ക്കാറുണ്ട്. ദൃശ്യം 3 ആ കുറവ് നികത്തുമെന്ന പ്രത്യാശയും അവർ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴത്തെ ദൃശ്യം 3 സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തുവരികയാണ്. സിനിമയുടെ ചിത്രീകരണം സംബന്ധിച്ചതാണ് അത്. ദൃശ്യം 3ന്റെ ചിത്രീകരണം സെപ്റ്റംബറിൽ തുടങ്ങുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ തിരക്കഥയിൽ നിന്നുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ജിത്തു ജോസഫ് അതിന്റെ സൂചന ഏതാനും ദിവസങ്ങൾ മുമ്പ് നൽകിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. ഫ്രാഞ്ചൈസിയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബത്തിനും ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ദൃശ്യം 2 വന്നതിന് ശേഷം 3ാം ഭാഗത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച് പല ഫാൻ തിയറികളും സോഷ്യൽ മീഡിയയിൽ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ട്. ഈ ഫ്രാഞ്ചൈസിയിൽ സിനിമാ പ്രേമികൾക്കുള്ള താല്പര്യം അത്രമാത്രമാണ്. എന്നാൽ 2 ഇറങ്ങുന്നതിന് മുമ്പ് ഫാൻ തിയറികളൊക്കെ വന്നെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു ജിത്തു ജോസഫ് നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ 3യും വളരെ വ്യത്യസ്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇന്ത്യയും ദൃശ്യം 3 ഒരുങ്ങുന്നുണ്ട്. നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിൽ ദൃശ്യം 3ന്റെ കാര്യവും ഉൾപ്പെടുത്തിയിരുന്നത്. ദൃശ്യം 3 സജീവ നിർമ്മാണത്തിൽ ആണെന്നും അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗൺ ആയിരിക്കും നായകനെന്നും നിർമ്മാണ കമ്പനി നൽകിയ വിവരത്തിൽ ഉണ്ടായിരുന്നു. 2022 പുറത്തിറങ്ങിയ ദൃശ്യം 2 ഹിന്ദി റീമേക്കിന്റെ സംവിധായകൻ അഭിഷേക് പഥക് ആയിരുന്നു. അതേസമയം മലയാളം ദൃശ്യം 3 ഫെബ്രുവരി 20 പ്രഖ്യാപിച്ചത്.